കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഉറ്റവരും ഉടയവരുമെല്ലാം വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. മകനെ അവസാനമായി കാണാൻ അമ്മ സുജ തുർക്കിയിൽ നിന്ന് രാവിലെ 9 മണിയോടെ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. വൈകാരിക രംഗങ്ങൾക്കാണ് വിമാനത്താവളം സാക്ഷിയായത്. അതേസമയം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം അല്പസമയത്തിനകം മിഥുൻ പഠിച്ച സ്കൂളിലേക്ക് എത്തിക്കും. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നേരത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അമ്മ സുജ എത്തിയപ്പോൾ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും അവരുടെ വേദന അടക്കാനാകാത്ത സാഹചര്യം. അതേസമയം സ്ക്രീനിൻ്റെ മറ്റൊരു ഭാഗത്ത് കാണുന്നത് മൃതദേഹം അല്പസമയത്തിനകം മോർച്ചറിയിൽ നിന്ന് സ്കൂളിലേക്ക് എത്തിക്കും. അവിടെയാണ് 12 മണി വരെ പൊതുദർശനം നടത്തുക. മിഥുൻ പഠിച്ചിരുന്ന, അവൻ കളിച്ച് ചിരിച്ച് വളർന്നിരുന്ന ഇടത്തേക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ സ്കൂളിലേക്ക് അവൻ മാറിയത്. ഒപ്പം മിഥുൻ്റെ വസതിയിലേക്ക്, കൂട്ടുകാർക്കിടെ ഇടയിലേക്കെല്ലാം ഒരിക്കൽ കൂടി എത്തുന്നു. അത് ചേതനയേറ്റ ശരീരവുമായാണ്. അങ്ങേയറ്റം താങ്ങാനാകാത്ത നൊമ്പരക്കാഴ്ചയായി മാറുന്നു. അതേസമയം അമ്മ തുർക്കിയിൽ നിന്ന് വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്, കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ട യാത്രാ സൗകര്യങ്ങളടക്കം പോലീസ് ഏർപ്പെടുത്തും. പോലീസ് അകമ്പടിയോടുകൂടി ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് കൊല്ലത്തേക്കുള്ള യാത്രാ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. യാത്രാ തിരക്കുകൾ, ഗതാഗതക്കുരുക്കെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നാട്ടിലേക്ക് എത്തുവാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. അതേസമയം നിരവധി ആളുകൾ മിഥുൻ്റെ അന്ത്യോപചാരത്തിനായി എത്തുന്നുണ്ട്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ളവർ, പ്രദേശവാസികൾ, ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ എല്ലാവരും യാത്രാമൊഴിയേകാൻ ഒരുങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ആശുപത്രിയിലെ സൂക്ഷിച്ചിട്ടുള്ള മോർച്ചറിയിൽ നിന്ന് സ്കൂളിലേക്ക് മാറ്റും. കൊല്ലം തേവലക്കര സ്കൂളിൽ ആയിരുന്നു 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. നാടിനെ ഒന്നാകെ നൊമ്പരത്തിലാഴ്ത്തിയ മരണം ആയിരുന്നു. അതിനുശേഷം വിശ്വസിക്കാനാകാത്ത നൊമ്പരം, ആ കുടുംബത്തിൻ്റെ കണ്ണീർ കാഴ്ചകളടക്കം നമ്മൾ കണ്ടതാണ്. അമ്മയുടെ വരവിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. അമ്മ എത്തിയിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങ് നടക്കും എന്നുള്ളതാണ് വിവരം. വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അമ്മ സുജ എത്തിയപ്പോൾ ഉള്ള ദൃശ്യങ്ങളായിരുന്നു. അനുജൻ സുജിൻ ഈ മിഥുൻ്റെ മരണശേഷം ആരോടും ഒന്നും പ്രതികരിക്കാതെ ഇരുന്ന സുജിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രമേൽ വൈകാരികമാണ് സാഹചര്യം. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കുടുംബമാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയായിരുന്നു അമ്മ സുജ കുവൈറ്റിൽ ജോലിക്കായി പോയത്. കുവൈറ്റിലെ വീട്ടുജോലി ചെയ്യുന്ന ആ വീട്ടുകാരോടൊപ്പം ആയിരുന്നു തുർക്കിയിലേക്ക് പുറപ്പെട്ടത്. അവിടെ നിന്നാണ് സുജയ്ക്ക് ഈ മരണവാർത്ത, താങ്ങാനാകാത്ത മരണവാർത്ത ഉൾക്കൊള്ളേണ്ടി വന്നത്. അങ്ങനെ സുജ നാട്ടിലേക്ക് തിരികെ എത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കൊല്ലത്തേക്ക് സുജ യാത്ര തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, വിട നൽകാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പൊതുദർശനത്തിനായി തേവലക്കര സ്കൂളിലേക്ക് കൊണ്ടുപോകും. ഇന്ന് അവധി ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മിഥുൻ പഠിച്ചിരുന്ന കൂട്ടുകാർക്കൊപ്പം ഏറെ സന്തോഷത്തോടെ കളിചിരികളോടെ നടന്നിരുന്ന ആ സ്കൂൾ മുറ്റത്തേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ അതായത് മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുമെന്നുള്ള വിവരം ആണ് നമുക്ക് ചെയ്യപ്പെട്ടുന്നത്. മോർച്ചറിയിൽ ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസ് വന്നിട്ടുണ്ട്. താലൂക്ക് ആശുപത്രി മോർച്ചറി, അതായത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിലാപയാത്രയായാണ് ഇപ്പോൾ അലങ്കരിച്ച ആംബുലൻസിൽ
ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ആദ്യം ഭൗതിക ശരീരം എത്തിക്കുക. അവൻ പഠിച്ച സ്കൂളായ തേവലക്കര ബോയ്സ് സ്കൂളിലാണ്. അവിടെ ഇതിനായി അവിടുത്തെ മറ്റ് രക്ഷകർത്താക്കളും കുട്ടികളും അധ്യാപകരും ഒക്കെ കാത്തു നിൽക്കുകയാണ്. അവിടെ പൊതുദർശനത്തിന് 12 മണി വരെ പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9:30 ബന്ധുക്കളെത്തും 10 മണിയോടുകൂടി ഇറക്കാനാകുമെന്നുള്ള ആണ് പ്രതീക്ഷ എന്നെങ്കിലും ഇപ്പോൾ സമയം വൈകിട്ടുണ്ട്. അതിനനുസരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്നത് വൈകുമായിരിക്കും. കാരണം ധാരാളം ആളുകൾ ഈ ആശുപത്രി പരിസരം തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ധാരാളം പേർ വിഷയം അവസാനമായി കാണുന്നതിന് വേണ്ടി ഈ ആശുപത്രി പരിസരത്തും ആശുപത്രിയുടെ മുന്നിലുമൊക്കെയായി തടിച്ചു കൂടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകുന്നതും വിലാപയാത്രയായിട്ടാണ്. മറ്റ് പൊതുജനങ്ങൾക്ക് കാണാനാവുന്ന രീതിയിലുള്ള ആംബുലൻസ് ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കോൺഗ്രസ് MLA അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അത്തരം കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി മൃതദേഹം പുറത്തേക്കെടുക്കുന്നു. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ നാട് ഈ നിമിഷങ്ങൾ കടന്നു പോകുന്നത്. ഈ നാടിനല്ല സംഭവം അറിഞ്ഞ ആ കുഞ്ഞ് ശരീരം ഇപ്പോൾ ശാസ്ത്രംകോട്ട ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കും എന്നുള്ളതാണ്. വളരെ വിഷമത്തോടെ കൂടി കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, നെഞ്ചെടുപ്പോടെ കൂടി ഓരോ അമ്മയും അച്ഛനും കാണുന്നൊരു ദൃശ്യം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. വളരെ സുരക്ഷിതമെന്ന് കരുതി നമ്മൾ സ്കൂളിലേക്ക് അയച്ച ഓരോ രക്ഷകർത്താക്കളും സ്കൂളിലേക്ക് അയച്ച കുഞ്ഞുങ്ങളിൽ ഒരാളാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥയിൽ അങ്ങേയറ്റം ഗുരുതരമായൊരു സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. പോലീസുകാർ ഉൾപ്പെടെയുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. അവർ ഏറ്റുവാങ്ങുകയാണ് ആ കുഞ്ഞിനെ. ആംബുലൻസിലേക്ക് കടത്തി അവനെ അരമണിക്കൂർ അതായത് ഇപ്പോൾ കടന്നു പോകുന്ന വഴികളിലും ഒരു ചെറിയ വിലാപയാത്രയായി തന്നെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ പഠിച്ച സ്കൂളിലേക്ക് ആ കുട്ടി എത്തും. ഒരിക്കലും ഒരു സഹപാഠിയും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചയാകും പിന്നീട് ആ സ്കൂളിൽ ഉണ്ടാകുക. ഒരു അധ്യാപകരും ഒരിക്കൽ പോലും ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു സംഭവമാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും പുറത്തേക്ക് കടന്നിട്ടില്ല. ആ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നില്ല. കുഞ്ഞിൻ്റെ ചേതനേറ്റ ശരീരം പുറത്തേക്ക് ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ഹൃദയഭേദകമായ നിമിഷങ്ങളിലൂടെയാണ് ഈ ആശുപത്രി അങ്കണം ഇപ്പോൾ പുറത്ത് കടന്നു പോകുന്നത്. കാരണം നമുക്കറിയാം, എല്ലാവരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അപകടം ആ സ്കൂളിൽ പതിയിരുന്നു എന്നുള്ളതാണ്. അതിൽ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ അനാസ്ഥ നിഴലിച്ചിരുന്നു എന്നുള്ളത് ആ ഒരു സംഭവത്തിന്റെ ഗുരുതരമായ സാഹചര്യത്തെ വളരെയധികം സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞു ജീവനാണ് ഇപ്പോൾ പുറത്തേക്ക് എല്ലാവരെയും കണ്ണീരണിയിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തുന്നത്. ആംബുലൻസിൽ ഇനി മിഥുനെത്തുക, ഇത്രയും ദിവസം ഇവിടെ നിന്ന് ഇനി മിഥുനെത്തുക അവൻ പഠിച്ച സ്കൂളിലേക്ക് ആണ്. അവിടെ അവരുടെ സഹപാഠികൾ ഇതെങ്ങനെ ഉൾക്കൊള്ളുമെന്നുള്ളത് ചിന്തിക്കുന്നതിന് അപ്പുറമാണ് കാര്യങ്ങൾ. അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞപ്പോഴും ചിരിച്ചു മാത്രം കാണുന്ന മിഥുൻ കൂടെ പഠിച്ച സഹപാഠികളായ കുട്ടികൾക്കും ഒപ്പം തന്നെ രക്ഷകർത്താക്കൾക്കും ആ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരിസരവാസികൾക്കുമെല്ലാം എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണുന്ന കുഞ്ഞ് എന്നുള്ള ഒരു വർത്തമാനമേ അവനെക്കുറിച്ച് പറയാനുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞിനെയാണ് ഇങ്ങനെ കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു ഗതികെട്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരമ്മ മനസ്സ്, തകർന്ന നെഞ്ചുമായ ഒരമ്മ മനസ്സ് അവിടുന്ന് ഇങ്ങോട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദൂരം താണ്ടി കൊല്ലത്തേക്ക് വരുന്നുണ്ട്. ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായുള്ള വേദന അടക്കിപ്പിടിച്ചാണ് കുവൈറ്റിൽ നിന്ന് സുജ ഇങ്ങോട്ട് യാത്രയായത്. ഇങ്ങനെ ഒരു മടങ്ങിവരവിന് വേണ്ടിയല്ലായിരുന്നു അവൾ പോയത്. സ്വന്തം മക്കളെ പഠിപ്പിച്ച് അവരെ മികവുറ്റ വിദ്യാഭ്യാസം നൽകുന്നതിനും സ്വന്തം ജീവിത സാഹചര്യം ഒന്ന് മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി വീട്ടുജോലിക്കായി പോയൊരമ്മയാണ്. ആ അമ്മയുടെ കഷ്ടപ്പാടുകൾക്ക് ഫലമില്ലാതായി അവർ തിരികെ വരുന്നുവെന്ന് പറയുമ്പോൾ ഓരോ അമ്മ ഹൃദയവും തേങ്ങുകയാണ്. ഇവിടെയുള്ള നമുക്ക് പോലും
മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം, ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു വീഴ്ച എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആ സ്കൂൾ അങ്കണത്തിലേക്ക് അല്പസമയത്തിനകം, അത് അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ മിഥുൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കളിച്ചിരിയോടുകൂടി നടന്നു കയറി വന്ന മകൻ ഇപ്പോൾ ആ സ്കൂൾ അങ്കണത്തിലേക്ക് നിശ്ചലനായി വരുന്നൊരു അവസ്ഥ അത് വിവരിക്കാവുന്നതിനും അപ്പുറമാണ് എന്നുള്ളതാണ്. അത്രമേൽ സങ്കടകരമാണ് അഭിലാഷ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. തീർച്ചയായും കടലായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന കുടുംബം ആണ്. സാമ്പത്തികമായി ഭദ്രതയുള്ള കുടുംബമല്ല. സാമ്പത്തികമായി കരകയറുന്നതിന് വേണ്ടിയായിരുന്നു അമ്മ കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചത്. മിഥുൻ്റെ വിദ്യാഭ്യാസം, അനുജൻ്റെ വിദ്യാഭ്യാസം, ഒപ്പം വീടിൻ്റെ കടം അതെല്ലാം വീട്ടുക എന്നതായിരുന്നു ആ കുടുംബത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അതിനിടയിലാണ് പാതിയിൽ എത്തിപ്പൊലിഞ്ഞു പോകുന്ന ഈ ജീവിതം. അതും ഒരു സംവിധാനത്തിൻ്റെ അനാസ്ഥ. ഒരു കുടുംബത്തിന് താങ്ങാനാകുന്ന വിടവാങ്ങൽ അല്ല അത് എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മിഥുൻ്റെ അവൻ നന്നായി പഠിക്കുമായിരുന്നു എന്നത് വ്യക്തമാകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. മിടുക്കനായി പഠിക്കുകയും ഒപ്പം പഠനേതര വിഷയങ്ങളിൽ ഉൾപ്പെടെ സജീവമായിരുന്നു മിഥുൻ എന്നതാണ്. ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ആംബുലൻസിൽ മൃതദേഹം സ്കൂളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോവുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ കൂട്ടുകാരോടൊപ്പം കളിച്ചു ചിരിച്ച് നടന്ന അതേ സ്കൂൾ മുറ്റത്തേക്ക് തന്നെയാണിപ്പോൾ ചേതനയേറ്റ മിഥുൻ്റെ ശരീരം കൊണ്ടുപോകുന്നത്. അവിടെ കൂട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക് താങ്ങാനാകാത്ത യാത്രയയപ്പാണ്. മിഥുൻ ഇല്ല എന്നത് അവർക്ക് വിശ്വസിക്കാനാകാത്ത സാഹചര്യം. പ്രത്യേകിച്ച് സ്കൂളിലെ ഫുട്ബോൾ മത്സരങ്ങളിൽ എല്ലാം സജീവമായിരുന്നു എന്നുള്ളതാണ്. ഈ തേവൽക്കര ഭാഗത്ത് മലക്കുഴി എന്ന് പറയുന്ന പ്രദേശത്ത്, വിളന്തറ എന്ന പ്രദേശത്ത് സ്കൂളിൽ കുട്ടികൾ 2 ക്ലബ്ബുകളായി, ഫുട്ബോൾ ക്ലബ്ബുകളായി തിരിയുകയും അങ്ങനെ കായിക ഇനങ്ങളിലൊക്കെ വ്യാപൃതനായിരുന്നു. അതിൽ തന്നെ വിളന്തറ FC എന്ന ആ ചെറിയ ഫുട്ബോൾ ടീമിൻ്റെ താരം കൂടിയായിരുന്നു മിഥുൻ. ഒരുപക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ടീം എന്നതും അവരുടെ മത്സരവുമൊക്കെ അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് അവധി ദിവസമാണ്. മിഥുൻ്റെ വീട്ടുമുറ്റത്തിനോട് ചേർന്നാണ് ഈ ഗ്രൗണ്ട്. അവിടെയാണ് എല്ലാവരും ഒത്തുചേരാറുള്ളത്. അവിടെയാണ് എല്ലാവരും ഒരുമിച്ച് ഫുട്ബോൾ കളിക്കാറുള്ളത്. അങ്ങനെ ആരവങ്ങൾ മുഴങ്ങേണ്ട, കളിചിരികൾ മുഴങ്ങേണ്ട, ആർപ്പുവിളികൾ മുഴങ്ങേണ്ട ഒരിടത്തേക്കാണ് മിഥുൻ്റെ ചേതനയേറ്റ ശരീരം എത്തിക്കുന്നത്. കൂട്ടുകാർക്കിപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ആ കൂട്ടുകാർക്കടക്കം കൗൺസിലിംഗ് നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം വരെ തോളോട് തോൾ ചേർന്ന് നടന്നിരുന്ന സുഹൃത്ത് ഇന്നില്ല എന്നത് അവരെയും ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന സാഹചര്യമാണ്. മിഥുൻ്റെ മൃതദേഹം ഇപ്പോൾ തേവലക്കരയിലെ സ്കൂളിലേക്ക് എത്തിക്കുകയാണ്. മൃതദേഹം മോർച്ചറിയിൽ നിന്ന് മൃതദേഹം സൂക്ഷിച്ചിരുന്ന ഇടത്തു നിന്ന് ആംബുലൻസിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് വൈകിട്ടോടുകൂടിയാണ് അന്ത്യോപചാരത്തിന് വേണ്ടി എത്തിക്കുന്നത്. അതിനു മുമ്പ് സ്കൂളിൽ ആണ് പൊതുദർശനം. 10 മണി മുതൽ 12 മണി വരെ എന്നതായിരുന്നു പൊതുദർശനത്തിനായി നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയം. പക്ഷേ ഇപ്പോൾ സമയം 10:16 ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുദർശനം അല്പം കൂടി വൈകും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വൈകാരികമായ യാത്രയയപ്പാണ്. ആരും പ്രതീക്ഷിക്കാത്ത വിയോഗം. മിടുക്കനായ ഒരു വിദ്യാർത്ഥി, നന്നായി പഠിക്കുന്ന, പഠനേതര വിഷയങ്ങളിലെല്ലാം സജീവമായിരുന്ന മിഥുൻ നമ്മ വിട്ടു പിരിയുമ്പോൾ അത് കേരളത്തിൻ്റെ നൊമ്പരമായി മാറുന്നു. ആ കുടുംബത്തിൻ്റെ കണ്ണീരിനൊപ്പം എല്ലാവരും ചേരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു വിടവാങ്ങൽ ആകുന്നു. ഇങ്ങനെയൊരു ദുരന്തം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു